പരിശുദ്ധ റമദാൻ യാത്ര പറയാൻ ഒരുങ്ങുന്നു. ഈ നേരത്ത് നമ്മൾ ഉള്ളറിഞ്ഞ് തേടേണ്ട ഒരു ദുആ ആണ് പങ്കുവെക്കുന്നത്. അതിൻ്റെ മുമ്പ് അനസമാൻ ഉസ്താദിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരൊറ്റ വാക്കൊന്ന് കേട്ടോക്കൂ. റമദാൻ നമ്മളെക്കുറിച്ച് എതിര് സാക്ഷി എന്നാൽ പിന്നെ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. റമദാനും ഖുർആനും ഒരാൾക്കെതിരായാൽ പിന്നെ അയാൾ രക്ഷപ്പെടൂലത്ര. ആ പറഞ്ഞതിൻ്റെ ഊക്ക് അങ്ങനെ തന്നെ കിട്ടാനാണ് അത് കേൾപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ചെയ്തതിൽ തന്നെ കഴമ്പെത്രയാണ്. റമദാനെ അത് അർഹിക്കുന്ന രൂപത്തിൽ പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മഹാന്മാരൊക്കെ പതിവാക്കിയ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈന. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അളീമ, പരിശുദ്ധവും പരിപാവനവുമായ ഈ മാസത്തെ ഞങ്ങൾക്കാക്കണമേ. ഷാഹിദൻ ലനാ, ഞങ്ങൾക്ക് അനുകൂലമായുള്ളൊരു സാക്ഷിയാക്കണേ. ലാ ഷാഹിദൻ അലൈന, ഈ പരിശുദ്ധ മാസം നമുക്കെതിരെ സാക്ഷി പറയുന്നൊരവസ്ഥ ആക്കല്ലേ. വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈന, ഈ മാസത്തെ നമുക്ക് അനുകൂലമായ ഒരു തെളിവാക്കണേ, നമുക്കെതിരെ തെളിവ് നിരത്തുന്നൊരവസ്ഥ നീ നൽകല്ലേ അല്ലാ എന്ന പ്രാർത്ഥന. അറബി അങ്ങനെ തന്നെ കഴിയില്ലെങ്കിലും ഉള്ളറിഞ്ഞ് പടച്ചോനെ ഈ മാസം എനിക്ക് പ്രതികൂലമാവാതിരിക്കാൻ വേണ്ടി അനുകൂലമാവാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റമദാൻ കൊണ്ടൊക്കെ വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. ആമീൻ.